നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലരും സംശയമായിട്ട് പലരും വിഷമം കൊണ്ടും ചോദിച്ചിട്ടുണ്ട്, സ്വലാത്ത് പതിവാക്കണം, എണ്ണത്തേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കണം, മടി വരുന്നു, അലസത വരുന്നു, മറന്നു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇൻഷാ അല്ലാ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിയുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ നമുക്ക് ഒരു സുഹൃത്തിനെ പരിചയമുണ്ടെങ്കിൽ ആ പരിചയമായി പിന്നെ അവരോട് വാട്സപ്പ് മുഖാന്തരം കോൾ മുഖാന്തരം ദിവസവും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം നല്ല ബന്ധമാകുമ്പോൾ അവർ പറയാതെ നമുക്ക് അവരുടെ വീട്ടിൽ പോകാനും ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ എടുക്കുകയും ഇല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ബന്ധത്തിന് എന്ത് ചെയ്യും, നിലനിൽപ്പുണ്ടാവുമല്ലോ. മറിച്ച് എന്തെങ്കിലും പരിചയപ്പെട്ടു പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ നമ്മളെ അവർക്കും അറിയില്ല, അവർക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ആ ഓർമ്മ വരണമെങ്കിൽ, ഓർമ്മപ്പെടുത്തലുകൾ വരണമെങ്കിൽ അങ്ങോട്ടൊരു കോളോ ഇങ്ങോട്ടൊരു മെസ്സേജോ ഉണ്ടാവണ്ടേ. നേരെ മറിച്ച് എപ്പോഴെങ്കിലും ഒരു പരിചയപ്പെടൽ വന്നാൽ അതുകൊണ്ട് നമുക്കറിയോ എങ്കിൽ നമ്മളെന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മകൾ സമ്മാനിക്കണമെങ്കിൽ നമുക്കൊരു സലാത്ത് മദീനയിലേക്ക് ഒഴുക്കാൻ കഴിയണ്ടേ. ആ സലാത്ത് നമ്മൾ നിത്യജീവിതത്തിൽ പതിവായി എന്നും നമ്മൾ സമ്മാനിക്കുമ്പോൾ റൗളയിലെ പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളത് കേൾക്കുന്നില്ലേ, അതറിയുന്നില്ലേ, നമ്മുടെ ഉപ്പാൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നില്ല അവിടെ. അപ്പോൾ ആ തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ഒരു ബന്ധം നമുക്ക് എന്നും, നമ്മൾ വിദൂരത്താണെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് കസ്തൂരിയുടെ മണ്ണിലേക്ക് നമുക്കൊരു യാത്ര പോകണ്ടേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു യാത്രയല്ലേ. മദീനയുടെ പൂനിലാവായ മഹബത്തിൻ്റെ തറവാടായ ഇഷ്കിൻ്റെ കേദാരമായ അനുരാഗത്തിൻ്റെ ആരവമായ വിജ്ഞാനത്തിൻ്റെ നിറകുടമായ അലിവിൻ്റെ മനുഷ്യരൂപമായ അള്ളാഹുവിൻ്റെ മുത്തായ ലോകത്തിൻ്റെ നേതാവ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് കസ്തൂരിയുടെ മണ്ണിലേക്ക് നമുക്ക് പോകണ്ടേ. അങ്ങനെ പോകണമെങ്കിൽ ഒരു ബന്ധം വേണ്ടേ. എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും പൈസ ചോദിക്കുമ്പോൾ അങ്ങനെ മാത്രം നമുക്ക് ഒരാളെ അത്യാവശ്യമായിട്ട് കാണലല്ലാതെ അങ്ങനെ മാത്രം മതിയോ? എല്ലായ്പ്പോഴും അത്യാവശ്യം വരുമ്പോൾ മാത്രം ഒരാളെ പരിചയപ്പെടാനോ ഒരാളെ കടം ചോദിക്കാനോ മാത്രം നമ്മൾ നിൽക്കുന്നതല്ലാതെ എപ്പോഴും എല്ലാവരുമായിട്ടൊരു ബന്ധം വേണ്ടേ. എങ്കിലല്ല ആ ബന്ധം സ്ട്രോങ് ആകുള്ളൂ. കാര്യത്തിന് മാത്രം ഒരാളെ നമ്മൾ പിടിക്കുന്നത് നല്ലതാണോ? എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം സലാത്ത് നേർച്ചയാക്കുക, ചെല്ലുക, അതിലെന്താ കാര്യമുള്ളത്? എന്നും നമ്മൾ അവിടത്തെ മേൽ സ്വലാത്ത് ചെല്ലണ്ടേ, നമുക്ക് കാണണ്ടേ, പോകണ്ടേ. എങ്കിലല്ല ആ ബന്ധം നല്ല നിലയിൽ തിരിച്ചും അങ്ങോട്ടും നമുക്ക് സമ്മാനിക്കാൻ കഴിയുള്ളൂ. എങ്കിലല്ലേ തങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ചൊല്ലി ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇൻഷാ അല്ലാ, നമ്മളിവിടെയാണെങ്കിലും നമുക്കൊരു ലക്ഷ്യമില്ല, നമുക്കങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാലോ മദീന. അതിന് വേറൊന്നും ചെയ്യണ്ടല്ലോ. ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, നമ്മുടെ എല്ലാവരേക്കാളും, ജീവനേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ തീരുമാനം എടുക്കുക, പതിവാക്കുക. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.